ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. TBS വേൾഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ ഒരു ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 1/2 കിലോ ചിക്കനാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ അതിനാവശ്യമായ സവാള 4 എണ്ണം, ഒരു വലിയ തക്കാളി, ഏലക്ക, പട്ട, ഗ്രാമ്പു, ഒരു 5 പച്ചമുളക്, പിന്നെ ആവശ്യമുള്ളത് തൈരാണ് കേട്ടോ. അപ്പം അത് അളവിനനുസരിച്ച് ഞാൻ വയ്ക്കുമ്പം പറഞ്ഞുതരാം. ഇതിലേക്കിനി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും വേണം. അപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അളവ് കൃത്യമായി പറയാം. അപ്പോൾ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയും തക്കാളി എല്ലാം ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ നന്നായിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ കുക്കർ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എപ്പോഴും ഉള്ളി വഴറ്റാൻ വേണ്ടി എടുക്കുക. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ സവാള അരിഞ്ഞ് വെച്ചതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും പേസ്റ്റാക്കി വെച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇതിന് ശേഷമാണ് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ചേർത്ത് നന്നാക്കി ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് ഒരു ഏലക്കായും ഒരു ചെറിയ കുഞ്ഞ് പട്ടയും ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും റൈസിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ള ഏലക്കായി പട്ട ഗ്രാമ്പ് എല്ലാം പാടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കിനി വേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയാണ് കേട്ടോ. വേറെ ഒരു സാധനവും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല മസാലകളായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ. നമുക്കിത് ആദ്യം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിതിലേക്ക് 3 സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം.
പിന്നെ മഞ്ഞൾപ്പൊടി, മഞ്ഞ നിറം വേണ്ടെന്ന് ഉള്ളവർക്ക് മഞ്ഞൾപ്പൊടി ഇടണമെന്നില്ല കേട്ടോ. അപ്പം നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം റൈസ് അതായിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ചിക്കൻ്റെ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു റൈസ് ഒരു 3/4 വേവാകുമ്പോൾ എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ മല്ലിച്ചപ്പും പുതിനയും കുഞ്ഞാക്കി അരിഞ്ഞ് വെച്ചതുണ്ട്. അപ്പോൾ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ റൈസ് ഇതിലേക്ക് ആക്കി കൊടുക്കണം. ഞാൻ ഈ ഒരു കപ്പിൽ 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഈ ഒരു രീതിയിലാണ് റൈസ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഇതിലേക്ക് റൈസ് ആക്കി കൊടുക്കണേ. അപ്പോൾ അത് ദമ്മാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ലെയർ റൈസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് പുതിനയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരി പിന്നെ നമ്മുടെ സവാള വറുത്തിട്ടില്ലേ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ പിള്ളേർക്ക് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൽ അത് ചേർക്കാതിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ബിരിയാണി ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ഈ ചിക്കൻ്റെ അകത്തുനിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ചായിട്ട് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ലെയറിൽ കേട്ടോ. പിന്നെ നമുക്ക് ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നെയ്യ് ചെറുതായിട്ടൊന്ന് മേലെ ഇങ്ങനെ തൂത്ത് കൊടുക്കണം. നെയ്യ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലേക്ക് ഒരു ലെയറും കൂടെ ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണി കേട്ടോ, ബാച്ചിലേഴ്സിനൊക്കെ പ്രത്യേകിച്ചും. അപ്പം ഞാൻ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലെയറും റൈസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമ്മൾ മല്ലിച്ചപ്പ് പുതിനയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ഉള്ള ഗ്രേവി ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാൻ നമുക്ക്. പിന്നെ ഫസ്റ്റ് ലെയർ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണിയുടെ പണി. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ്, കുഞ്ഞു തീയിലാട്ടോ, ഇത് ദമ്മാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുഞ്ഞു തീയിലൊരു 10 മിനിറ്റ് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഇത് തുറക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് ദമ്മാക്കാനൊക്കെ പെട്ടെന്ന് വലിയ പാത്രമൊന്നും ഇല്ലെങ്കിലൊക്കെ ഇങ്ങനെ അത്യാവശ്യം വലിപ്പമുള്ളൊരു കുക്കറിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റ് ഞാനിങ്ങനെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ബിരിയാണി എങ്ങനെയുണ്ട് നോക്കാം. നമ്മുടെ ബിരിയാണിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി കാണിക്കാവേ. അപ്പം നമ്മുടെ ബിരിയാണി ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയാം. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം കേട്ടോ, നമ്മളിടുന്ന വീഡിയോസൊക്കെ കിട്ടണമെങ്കിൽ. ഓക്കെ.